നീണ്ട ബഹിരാകാശ ദൗത്യത്തിന് ശേഷം ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്ന സുനിത വില്യംസും ബുജ് വിൽമോറും നേരിടേണ്ടി വരുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ്. എല്ലുകൾ ഒടിയുന്ന അവസ്ഥയും കാൽപാദം ശിശുക്കളുടേത് പോലെയാകുന്ന ബേബി ഫീറ്റ് അവസ്ഥയും നടക്കാനുള്ള ബുദ്ധിമുട്ടും ഇരുവരും നേരിടേണ്ടി വരും. അതുപോലെ തന്നെ മാനസിക വെല്ലുവിളികളും നേരിട്ടേക്കാം. മാസങ്ങളോളം ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞതിനാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടാൻ സുനിതയ്ക്കും ബുജ് വിൽമോറിനും സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ തിരിച്ചുവരവ് ആയിരിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മാസങ്ങൾ ബഹിരാകാശത്ത് ചെലവഴിച്ചതിന്റെ ഫലമായി ഇവർക്ക് ബേബി ഫീറ്റ് എന്ന അവസ്ഥ ഉണ്ടാകാം. കാലിലെ കട്ടിയുള്ള ചർമ്മം അടർന്ന് കുട്ടികളുടേതുപോലെ മൃദുവായ ചർമ്മം വളരുന്നതാണ് ഇതിന് കാരണം. ആഴ്ചകളോ മാസങ്ങളോ കൊണ്ട് മാത്രമേ പഴയ അവസ്ഥയിലേക്ക് മടങ്ങിയെത്താൻ ഇവർക്കാവൂ. അതുകൊണ്ട് തന്നെ നടക്കുന്നത് ബുദ്ധിമുട്ടും ഉണ്ടാക്കും. കൂടാതെ ഗുരുത്വാകർഷണമില്ലാത്തതിനാൽ തന്നെ അസ്ഥികളുടെ സാന്ദ്രത കുറയുന്നതാണ് മറ്റൊരു അവസ്ഥ. ഇതുകൂടാതെ ശാരീരിക പ്രശ്നങ്ങൾ പോലെ തന്നെ മാനസിക വെല്ലുവിളികളും ഇരുവരും നേരിടേണ്ടി വരുമെന്നതാണ് മറ്റൊരു വെല്ലുവിളി. വെറും 8 ദിവസത്തെ ദൗത്യത്തിനായാണ് ബോയിങ്ങിന്റെ പരീക്ഷണ സ്റ്റാർലൈനർ പേടകത്തിൽ 2024 ജൂണിൽ ഭൂമിയിൽ നിന്നും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സുനിത വില്യംസും ബുജ് വിൽമോറും പറന്നുയർന്നത്. എന്നാൽ സ്റ്റാർലൈനർ പേടകത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഇരുവർക്കും മുൻ നിശ്ചയിച്ച സമയത്ത് ഭൂമിയിലേക്ക് മടങ്ങിയെത്താനായിരുന്നില്ല. പിന്നീട് പലതവണ ശ്രമം നടത്തിയെങ്കിലും അതെല്ലാം പരാജയപ്പെടുകയായിരുന്നു. ഇതിനൊടുവിലാണ് അവർ ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്നത്.